ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് നല്ല അടിപൊളി ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല കട്ടയൊന്നും പിടിക്കാതെ വെള്ളമൊന്നും ഒട്ടിപ്പിടിക്കാതെ ഒരു നല്ല രീതിയിൽ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതേണ്ട ഞാൻ ഇതേപോലെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകല്ലോ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ അതേണ്ട നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് ഇതേപോലെ ഒരു പാത്രത്തിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. കുതിർന്നു പോകാൻ പാടില്ല, ജസ്റ്റ് കഴുകിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ബീൻസ്, ക്യാരറ്റ്, പച്ചമുളക്, സവോള, ഇത്രയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസൊക്കെ കൂടുതൽ അരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്, ഹെൽത്തിന് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്ന കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൗവിൽ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനിയും കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നേരത്തെ എനിക്ക് പണ്ട് അംഗൻവാടിയിലൊക്കെ ഇതുപോലത്തെ ഉപ്പുമാവാണല്ലോ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അതേണ്ട ഞാനതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുകും കറിവേപ്പില എല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ അരിഞ്ഞ് വെച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ അത്യാവശ്യം ഇതെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും അപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ 4 മണിക്ക് കാപ്പി കുടിക്കുകയോ ഒക്കെ ഇത് നല്ലതാണ്. ഉപ്പുമാവ് ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് കൂടെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ 1 കപ്പ് ഗോതമ്പാണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഒത്തിരി ഇടാൻ പാടില്ല, ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മളത് ചേർക്കുന്നത്. അപ്പോൾ അതേണ്ട നമ്മുടെ മിക്സ് എല്ലാം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും ഞാൻ ഇതുണ്ടോ അതേപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് ഒത്തിരി കുതിർന്നൊന്നും പോകരുത്. അതേണ്ട ഈ തിളച്ച് ഇതിലോട്ട് നമ്മൾക്ക് ഈ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചാൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിനെ അനുസരിച്ചിരിക്കും. ഞാനിവിടെ ഒറ്റ വിസിൽ മാത്രമേ അടുപ്പിക്കുന്നുള്ളൂ. ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഒറ്റ വിസിലടിച്ചിട്ട് നമുക്കിത് നിർത്തി വയ്ക്കാം. അപ്പോൾ അതേണ്ടേ ഒരു വിസിലടിച്ചതിന് ശേഷം ഉള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായിട്ടിരിക്കുന്നത് കൊണ്ടാണ് ചെറിയൊരു രീതിയിലൊരു കട്ട പോലെ തോന്നുന്നത്. ഇപ്പോൾ ഇച്ചിരി ചൂടൊക്കെ മാറി കഴിയുമ്പോഴത്തേക്കിനും നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അതേണ്ട ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങളെല്ലാം ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.